നമസ്കാരം, ഞാൻ ശരത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു എൽ ഷേപ്പ് ഒബ്ജക്റ്റിന്റെ ഓർത്തോഗ്രാഫ് വ്യൂസ് ഫസ്റ്റ് ആംഗിളിലും തേർഡ് ആംഗിളിലും വരയ്ക്കുകയുണ്ടായി. അതേപോലെ തന്നെ അതിന്റെ ലെഫ്റ്റ് സൈഡിലുമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതെങ്കിൽ ഈ വീഡിയോയിൽ നമുക്ക് വേറൊരു ഒബ്ജക്റ്റിന്റെ റൈറ്റ് സൈഡ് വ്യൂ ഫസ്റ്റ് ആംഗിളിലും തേർഡ് ആംഗിളിലും എങ്ങനെയാണ് വരയ്ക്കുക, എങ്ങനെയാണ് അതിന്റെ നിർമ്മാണം വരിക നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഫസ്റ്റ് ആംഗിളിൽ വരയ്ക്കാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഐസോമെട്രിക് വ്യൂ ആണ്. ഒരു ബ്ലോക്ക്, പിക്ചറി സ്റ്റാൻഡിന്റെ പോലെയുള്ള ഒരു ബ്ലോക്ക്. ഇതിന്റെ ഈ ഐസോമെട്രിക് വ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ ഷേപ്പ് നമുക്ക് മനസ്സിലുണ്ടാവണം. ഇതിന് ശേഷമാണ് നമ്മൾ ഓർത്തോഗ്രാഫിക് വ്യൂ വരയ്ക്കാൻ പോകാൻ പാടുള്ളൂ. ഇനി ഈ ഒബ്ജക്ട് നന്നായിട്ട് മനസ്സിലാക്കുക. ഇതിന്റെ നീളം, അതിന്റെ വീതി, ടോട്ടൽ ഹൈറ്റ്, ഏറ്റവും ബേസിൽ നിന്ന് ടോട്ടൽ ഹൈറ്റ് എത്ര വരും എന്നൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലൊരു ധാരണ ഉണ്ടാകും. അതിനുശേഷമാണ് ഓർത്തോഗ്രാഫിക് വ്യൂ വരയ്ക്കാൻ പോകാൻ പാടുള്ളൂ. അടുത്തത് ഏതൊക്കെയാണ് വരയ്ക്കേണ്ടത്? എലിവേഷൻ, പ്ലാൻ, സൈഡ് വ്യൂ. അപ്പൊ സൈഡ് വ്യൂ വരയ്ക്കാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പേപ്പറിൽ രണ്ട് ആക്സിസ് വരയ്ക്കുന്നു. ഇങ്ങനെ 4 കള്ളികൾ അപ്പൊ നമുക്ക് കിട്ടും. ഈ 4 കള്ളികളിൽ 3 കള്ളികളിലായിട്ട് നമുക്ക് എലിവേഷനും പ്ലാനും സൈഡിലും വരും. അതിൽ ഏതൊക്കെ കള്ളികളിലാണ് എലിവേഷൻ വരിക, ഏത് കള്ളിയിലാണ് പ്ലാൻ വരിക, ഏത് കള്ളിയിലാണ് സൈഡിൽ വരിക എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം കള്ളി നോക്കേണ്ടത് സൈഡ് വ്യൂ ആണ്. ഇവിടെ ഏത് സൈഡ് വ്യൂ ആണ് വരയ്ക്കേണ്ടത്? ഫസ്റ്റ് ആംഗിൾ പ്രകാരം ഏത് സൈഡിൽ വരയ്ക്കേണ്ടത്? റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ ആണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ആംഗിളിൽ റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ വരുന്നത് മുകളിലുള്ള ലെഫ്റ്റ് കള്ളിയിലായിരിക്കും. ഫസ്റ്റ് ആംഗിളില് സൈഡ് വ്യൂവിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കള്ളിയിലായിരിക്കും അത് ചിത്രം വരയ്ക്കേണ്ടത്, ആ സൈഡ് വ്യൂ വരയ്ക്കേണ്ടത്. ഇവിടെ റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് കള്ളിയിൽ വരയ്ക്കണം. ഇവിടുത്തെ മുകളിലത്തെ ലെഫ്റ്റ് കള്ളിയിൽ വരയ്ക്കണം. അപ്പൊ ഇവിടെ മുകളിൽ 2 കള്ളിയുണ്ട്, ലെഫ്റ്റ് കള്ളി, ഇടത് ഭാഗത്തെ കള്ളി എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെയാണ് നമ്മൾ റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഇനി എലിവേഷൻ എവിടെയാ വരിക? ഫസ്റ്റ് ആംഗിളിൽ നമുക്കറിയാം എലിവേഷൻ എപ്പോഴും മുകളിലേ വരൂ. അപ്പൊ ഇനി മുകളിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു കള്ളി മാത്രമാണ്, അതായത് ഈ കള്ളി. അപ്പൊ ഇവിടെയാണ് എലിവേഷൻ വരുന്നത്. അപ്പൊ നമുക്കറിയാം എലിവേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്തറിയാം പ്ലാൻ എവിടെ വരിക? എലിവേഷൻ എവിടെയാണോ വരുന്നത് അതിന് നേരെ വെർട്ടിക്കലായിരിക്കും, നേരെ താഴെയോ മുകളിലോ ആയിട്ടായിരിക്കും പ്ലാൻ വരുന്നത്. ഇവിടെ ഫസ്റ്റ് ആംഗിൾ ആയതുകൊണ്ട് പ്ലാൻ എലിവേഷന്റെ താഴെയാണ് വരിക. അപ്പൊ നേരെ എലിവേഷന്റെ താഴെയുള്ള കള്ളിയിലാണ് പ്ലാൻ വരുന്നത്. അപ്പൊ നമ്മൾ ചെറുതായിട്ട് അത് ഓരോന്നും മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം അവസാനം നമ്മുടെ ലെറ്ററിംഗില് വ്യൂസിന്റെ പേര് എഴുതിയാൽ മതി. ഓക്കെ. ഇനി നമ്മൾ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം എലിവേഷനായി. സ്ഥലം നോക്കേണ്ടത് ആദ്യം സൈഡ് വ്യൂവിനാണെങ്കിൽ വരച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കുന്നത് അധികവും എലിവേഷൻ വരച്ചു തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമ്മൾ ആദ്യം വീണ്ടും ഒബ്ജക്റ്റിലേക്ക് വരിക, ഐസോമെട്രിക് വ്യൂയിലേക്ക് വരിക. ഈ വ്യൂവിന്റെ ഫ്രണ്ട് ഏതാണെന്ന് നോക്കുക. അപ്പൊ നമുക്ക് ഫ്രണ്ട് ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് ഡയറക്ഷൻ. എഫ് എന്ന് കാണിച്ചിട്ടുണ്ടാവും, എക്സ് എന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു അക്ഷരം കൊടുത്തിട്ട് ആരോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ഫ്രണ്ട്. ഇനി സാധാരണ ഫ്രണ്ട് തരാറുണ്ട്. ഇനി അഥവാ തന്നില്ലെങ്കിൽ, ക്വസ്റ്റ്യനില് ഫ്രണ്ട് തന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ഒബ്ജക്റ്റിന്റെ നീളം ലെങ്ത് കൂടിയ ഭാഗം ഏതാണോ ആ ഭാഗം ഫ്രണ്ട് ആയിട്ട് എടുക്കുക. ഓക്കെ. ഇവിടെ ലെങ്ത് കൂടിയത് 50, ഇവിടെ 25. ഇത് ലെങ്ത് കൂടിയ ഭാഗമായതുകൊണ്ട് ഇത് ഫ്രണ്ട് ആയിട്ട് എടുക്കുക. സാധാരണ എല്ലാ ക്വസ്റ്റ്യനിലും ഫ്രണ്ട് ഡയറക്ഷൻ തരാറുണ്ട്. ഇനി നമ്മളപ്പോ ഒബ്സർവർ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നു. നമ്മുടെ ഈ ഒബ്ജക്റ്റിനെ നേരെ കയ്യിലുള്ളത് പോലെ നോക്കുന്നു. ഇങ്ങനെ വെച്ചിട്ട് നേരെ നോക്കുന്നു. അപ്പൊ നമുക്ക് ഏത് സ്പേസ് ആണ് കാണാൻ കഴിയുന്നത്? നമുക്ക് ഒരിക്കലും മുകളിൽ ഭാഗം ഒന്നും കാണാൻ കഴിയില്ല, കാരണം അതൊക്കെ നമ്മുടെ കണ്ണിന് നേരെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് ആകെ ഈ ഒരു ഷേപ്പ് മാത്രമാണ് നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അതായത് ലെങ്ത് 50 മില്ലിമീറ്റർ, തിക്നെസ് 5 മില്ലിമീറ്റർ, ഈ ഡിസ്റ്റൻസ് 20 മില്ലിമീറ്റർ, പിന്നെ ഉയരം വീണ്ടും 15 മില്ലിമീറ്റർ, ഈ ഡിസ്റ്റൻസ് 10 മില്ലിമീറ്റർ, പിന്നെ ഈ ഡിസ്റ്റൻസ്
വീണ്ടും 15, ഇതും 15, ഇതും 15. ഈ ഡിസ്റ്റൻസ് ഇത് 20 ആയതുകൊണ്ട് ഈ സൈഡും 20 ആയിരിക്കും. ആ അളവിലുള്ള ഒരു ഫിഗർ ആണ് നമുക്ക് കിട്ടുക. അപ്പൊ അത് നമ്മൾ എലിവേഷന്റെ സൈഡ് വരച്ചു തുടങ്ങും. അപ്പൊ ആദ്യം നമ്മൾ 50യിലുള്ള ഏറ്റവും അടിയിലത്തെ ലൈൻ വരയ്ക്കും. അപ്പൊ അടിയിലത്തെ ലൈൻ വരയ്ക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള സ്ഥലം കണക്കാക്കിയിട്ട് വേണം. ആവശ്യമുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എലിവേഷൻ എന്ന് പ്രിന്റ് ചെയ്യണം, അതിനുശേഷം ഡയമെൻഷൻ ചെയ്യണം. അതിന്റെ എല്ലാ സ്ഥലം കണക്കാക്കിക്കൊണ്ട് വേണം നമ്മുടെ ഫസ്റ്റ് ലൈൻ ഏറ്റവും അടിയിലത്തെ ലൈൻ വരയ്ക്കാൻ. അപ്പൊ ഞാൻ 15 മില്ലിമീറ്ററിൽ ഫസ്റ്റ് ലൈൻ വരച്ചു കഴിഞ്ഞു. ഈ എൻഡ് ആണ് ഈ എൻഡ്, ഈ എൻഡാണ് ഈ എൻഡ്. അടുത്ത് ഇവിടെ നിന്ന് ഈ എൻഡ് ഈ തിക്നെസ് മാർക്ക് ചെയ്യുന്നു, 5 മില്ലിമീറ്റർ തിക്നെസ് മാർക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. അടുത്തത് ഈ ഡിസ്റ്റൻസ് 20 മില്ലിമീറ്റർ ആയതുകൊണ്ട് 20 മില്ലിമീറ്റർ മാർക്ക് ചെയ്യുന്നു. 20 മില്ലിമീറ്റർ മാർക്ക് ചെയ്യുന്നു. അടുത്തതായിട്ട് നേരെ വെർട്ടിക്കൽ ഉയരം 15 മില്ലിമീറ്റർ മാർക്ക് ചെയ്യുന്നു. അടുത്തത് ഇത് 10 മില്ലി. ഇപ്പൊ നമ്മൾ ഇവിടെ എത്തി. ഇത് 10 മില്ലിമീറ്ററിൽ അടുത്ത വീതി മുകളിൽ വീതി മാർക്ക് ചെയ്യുന്നു. 10 മില്ലിമീറ്റർ വീതി മാർക്ക് ചെയ്യുന്നു. നമ്മൾ ഇവിടെ എത്തി. അടുത്തത് വീണ്ടും 15 താഴേക്ക്, വീണ്ടും 20, പിന്നെ 5. അപ്പൊ നമുക്ക് അതിന്റെ എലിവേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെയാണ് എലിവേഷൻ. ഡയമെൻഷൻ ക്ലാസ് ചെയ്യാം. എലിവേഷൻ കിട്ടും. അടുത്ത് നമുക്ക് പറയാൻ പോകുന്നത് പ്ലാൻ. അപ്പൊ എലിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് എലിവേഷൻ നേരെ താഴെയാണ് പ്ലാൻ വരിക നമുക്കറിയാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? എലിവേഷന്റെ എക്സ്ട്രീം എൻഡുകളിൽ നിന്ന് 2 സ്ട്രെയിറ്റ് ലൈൻസ്, തിൻ ലൈൻസ് താഴേക്ക് പ്രൊജക്ട് ചെയ്യും. ഈ 2 ലൈൻസിന് അകത്തായിരിക്കും നമ്മുടെ പ്ലാൻ വരുന്നത്. ഇതിന്റെ പുറത്തേക്ക് ഒരിക്കലും പോകില്ല. അപ്പൊ ഇതിനകത്ത് നമുക്ക് ആ സ്ഥലം കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഡിസ്റ്റൻസുകൾ നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. ഇനി അടുത്തത് പ്ലാൻ കാണുന്നതിന് വേണ്ടി നമ്മൾ മുകളിലേക്ക് പോകുന്നു. മുകളിൽ പോകുമ്പോൾ നമുക്ക് ഏതാണ് കാണാൻ കഴിയുക? നമുക്ക് ആദ്യം ഈ ഫേസ് കാണാൻ കഴിയും. ഈ ഫേസ് കാണാൻ കഴിയുന്നു. അടുത്തത് ഏത് ഫേസ് കാണാൻ കഴിയും? ഈ ഫേസ് ഒരിക്കലും കാണാൻ കഴിയില്ല. കാരണം ഇപ്പൊ മുകളിൽ നോക്കുമ്പോൾ ഈ ഫേസ് നമ്മുടെ കണ്ണിന് നേരെ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ലൈന് മാത്രമേ കാണുള്ളൂ. ബാക്കി ഈ ഫേസ് ഒന്നും കാണാൻ കഴിയില്ല. അടുത്തത് ഈ ഫേസ് ആണ് കാണാൻ കഴിയുന്നത്. ഈ ഫേസ് കാണാൻ കഴിയുന്നു. അടുത്തത് ഇതേപോലെ ഇവിടെ ഉള്ളതുപോലെ ഒരു കഷ്ണം ഇവിടെയുണ്ട്. ഈ ഫേസ് നമുക്ക് കാണാൻ കഴിയും. കുറച്ച് ഭാഗം അവിടെ ഉണ്ട്, പക്ഷെ മുകളിൽ നോക്കുമ്പോൾ നമുക്ക് ഇത് ഫുൾ ആയിട്ട് കാണാൻ കഴിയും. ഐസോമെട്രിക് വ്യൂവിൽ നമുക്ക് ഇതിന്റെ കുറച്ച് ഭാഗം മാത്രമേ കാണാൻ കഴിയുള്ളൂ. ബാക്കി കുറച്ച് ഭാഗം ഉള്ളിലേക്കുണ്ട്. മുകളിൽ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ സങ്കല്പിക്കണം നമ്മൾ. ഓക്കെ. അപ്പൊ ഈ 3 റെക്ടാംഗിൾസ് നമുക്ക് കിട്ടും. ഈ 3 റെക്ടാംഗിൾസിന്റെ പ്രത്യേകത എങ്ങനെയാണ്? ഇത് 3ഉം ജോയിന്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒറ്റ വലിയൊരു റെക്ടാംഗിൾ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പൊ അത് അതേപോലെ വരയ്ക്കാം. അപ്പൊ അതിന് നമുക്കറിയാം ഇതിന്റെ ഈ വീതി എന്ന് പറയുന്നത് 25 ആയിരിക്കും. ഈ 25 ആയിരിക്കും. ഇവിടെ നീളം 50 ആയിരിക്കും. നമുക്കിവിടെ നീളം ഓൾറെഡി കിട്ടിയിരിക്കും. ഈ വീതി 2 ലൈൻസിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 ആയിരിക്കും. നമുക്ക് വേണ്ടത് 25 മാർക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഈ ലൈനിൽ ഇവിടെയെങ്കിലും നമ്മൾ ആവശ്യത്തിനനുസരിച്ച് 25 ഈ ലൈൻ മാർക്ക് ചെയ്യുക. ഈ 2 പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു. 25 എടുത്തു. അതിനുശേഷം ഇവിടെ നിന്ന് ഫസ്റ്റ് റെക്ടാംഗിൾ, ഈ ഭാഗത്തുള്ള ഈ ഫസ്റ്റ് റെക്ടാംഗിൾ വരും. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം 20 ആയിരിക്കും. കാരണം ഇവിടെ നിന്ന് മൊത്തം ലെങ്ത് 50 ആണ്. ഇവിടെ 20, ഇവിടെ 10. ഇപ്പൊ 20 + 10 30 ആയി. ഈ ബാക്കി 50ലേക്ക് അവശേഷിക്കുന്നത് 20. ഇപ്പൊ 20 അങ്ങനെയാണ് 50 ആവുന്നത്. അപ്പൊ ഇത് 20 എടുക്കുന്നു. അടുത്തത് ഇവിടെയും 20, ഇവിടെയും 20 എടുക്കുന്നു. അപ്പൊ നമുക്ക് ഒരു റെക്ടാംഗിൾ കിട്ടി. അതായത് ഈ സൈഡിലെ റെക്ടാംഗിൾ കിട്ടും. അടുത്ത് നമുക്ക് ഈ റെക്ടാംഗിൾ ഇതും 25 ആണെന്ന് നമുക്കറിയാം. ഇവിടെ ഇങ്ങോട്ട് 10, അടുത്തത് 10, ഇവിടെയും 10 ജോയിൻ ചെയ്യും. അപ്പൊ ഇതിന് നേരെ താഴെയായിട്ടായിരിക്കും നമുക്കിവിടെ ഈ ഒരു എൻഡ് കിട്ടുന്നത്. അത് ഇതും വരച്ചു. ഇനി അടുത്ത് ഇതാണ് വരയ്ക്കുന്നത്. ഇത് 25 തന്നെയാണ്.
25, ഇനി അടുത്തത് 20. ഇത് ജസ്റ്റ് ബാക്കി അവശേഷിക്കുന്നത് 20 തന്നെയായിരിക്കും. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 3 റെക്ടാങ്കിളും ജോയിന്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇത് 3 റെക്ടാങ്കിളും ജോയിന്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെയാണ് പ്ലാൻ വരയ്ക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കാൻ പോകുന്നത്. റൈറ്റ് സൈഡ് വ്യൂ ഇത് ഫ്രണ്ട് ആണെങ്കിൽ ഏതാണ് റൈറ്റ് സൈഡ് വരിക? അപ്പൊ നമ്മൾ ഒബ്സർവറുടെ റൈറ്റ് ഹാൻഡ് ഏതാണോ ആ സൈഡ്, ഇവിടെയാണ് റൈറ്റ് സൈഡ്, റൈറ്റ് ഹാൻഡ് ഇതാണ്, ഇതാണ് റൈറ്റ് സൈഡ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഏത് ഫേസുകളാണ് കാണുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഈ റൈറ്റ് സൈഡിന്റെ സ്ഥലത്ത് നമുക്കൊരു ബോക്സ് ഉണ്ടാക്കാം. അതിനുവേണ്ടി എലിവേഷനിൽ നിന്ന് ഏറ്റവും ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും 2 തിൻ ലൈൻസ് വരയ്ക്കുന്നു, പ്രൊജക്ടേഴ്സ് വരയ്ക്കുന്നു. സൈഡിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാക്കാം. എലിവേഷനും പ്ലാനിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പകുതി. അടുത്തത് പ്ലാനിൽ നിന്ന് 2 ലൈൻസ് ഇങ്ങനെ വരച്ച് നമ്മുടെ ആക്സിസിലേക്ക് മുട്ടിക്കുന്നു. അപ്പൊ നമുക്ക് 2 പോയിന്റുകൾ കിട്ടും. അടുത്തത് കോമ്പസ് എടുത്തിട്ട് നമ്മുടെ ആക്സിസിന്റെ സെന്ററിൽ കോമ്പസ് സെന്റർ ആക്കിക്കൊണ്ട് അവിടെ നിന്ന് ഈ ദൂരം റേഡിയസ് ആയിട്ട് എടുക്കുക, ആർക്ക് വരയ്ക്കുന്നു. അതേപോലെ വീണ്ടും അവിടെ നിന്ന് സെന്റർ ആക്കുന്നു. ഈ എൻഡിലേക്ക് കോമ്പസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അത്രയും ദൂരം റേഡിയസ് ആയിട്ട് അടുത്ത ആർക്ക് വരയ്ക്കുന്നു. ഇനി ഈ XY ലൈനിൽ കിട്ടിയ ഈ പോയിന്റുകൾ നേരെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. ഇപ്പൊ നമുക്കൊരു ബോക്സ് കിട്ടി. ഈ ബോക്സിനകത്താണ് നമ്മുടെ സൈഡ് വ്യൂ ഉണ്ടാവുക. ബോക്സിനകത്തെ സൈഡ് വ്യൂ ഉണ്ടാവുള്ളൂ, അതിന്റെ പുറത്തേക്ക് പോകില്ല. അടുത്തത് ഇനി നമുക്ക് നോക്കാം സൈഡ് വ്യൂയുടെ ഷേപ്പ് എങ്ങനെ നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഇത് ഫ്രണ്ട് ആകുമ്പോൾ ഇത് സൈഡ്. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ കാണാൻ കഴിയാം? ഇത് ഈ റെക്ടാങ്കിൾ കാണാൻ കഴിയും. അടുത്തത് ഈ റെക്ടാങ്കിൾ കാണാൻ കഴിയും. വേറെ റെക്ടാങ്കിൾ കാണാൻ കഴിയില്ല. ഇവിടെ നോക്കുന്ന സമയത്ത് റൈറ്റ് സൈഡ് നോക്കുന്ന സമയത്ത് ഇതും മേലെ ജോയിന്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് 25 നീളവും ടോട്ടൽ ഉയരം ഇവിടെ 5, ഇവിടെ 15. 5 + 15 20. ഇപ്പൊ 20 ഉയരവും 25 വീതിയുമുള്ള ഇതാണ്. ഇത് 25 ആണോ? നമുക്ക് നീളം 25 കിട്ടി, സൈഡിന് 25 ആണോ? 25 നീളവും ഉയരം എത്രയാണ്? 5 + 15 20. അത് നമുക്ക് ഓൾറെഡി ഇവിടെ 20 ആയിരിക്കും. ഇവിടെ 5 + 15 20. അപ്പൊ നമുക്ക് 20യിലുള്ള ഉയരവും 25യിലുള്ള നീളവും ഇവിടെ കിട്ടി. അങ്ങനെയുള്ള ഒരു വലിയ റെക്ടാങ്കിൾ ആണ് കിട്ടുന്നത്. നമ്മളിതാ ഈ സൈഡ് ഇവിടെ കിട്ടുന്നു. ഈ സൈഡും കൂടി ജോയിന്റ് ആയിട്ട് വലിയൊരു സൈഡ് കിട്ടുന്നു. പക്ഷേ നമുക്ക് ഇതിനിടയിൽ ഈ ഒരു ലൈന് കാണാൻ കഴിയും. ഈ ചെറിയ റെക്ടാങ്കിൾ നമ്മൾ വരയ്ക്കേണ്ടത് 5 ഡിസ്റ്റൻസിൽ 2 സൈഡിൽ നിന്നും ഒരു റെക്ടാങ്കിൾ, ബാക്കിയുള്ളതൊക്കെ മാച്ച്. ഇതാണ് സൈഡ്. ഇങ്ങനെയാണ് റൈറ്റ് സൈഡ് വ്യൂ നമുക്ക് ഫസ്റ്റ് ആംഗിളിൽ കിട്ടുന്നത്. ഇത് എലിവേഷൻ, ഇത് പ്ലാൻ, ഇത് റൈറ്റ് സൈഡ്. അതിനുശേഷം ഡയമെൻഷൻ ചെയ്യണം. ഡയമെൻഷൻ അതിനുശേഷം ലെറ്ററിംഗില് വ്യൂസിന്റെ പേരുകൾ എഴുതിയിരിക്കണം, വൃത്തിയായിട്ട് എഴുതിയിരിക്കണം. ഇവേഷൻ, റൈറ്റ് ഹാൻഡ് സൈഡ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഓർത്തോഗ്രാഫ് വ്യൂസ് കംപ്ലീറ്റ് ആവും. ഇതാണ് ഫസ്റ്റ് ആംഗിൾ ഈ ഒബ്ജക്റ്റിന്റെ റൈറ്റ് സൈഡ് വ്യൂ എലിവേഷൻ വരയ്ക്കുന്നത്. നമുക്ക് തേർഡ് ആംഗിൾ കൂടി നോക്കാം. തേർഡ് ആംഗിൾ പ്രകാരം തേർഡ് ആംഗിൾ ആണ് ഈ ഇത്രയും ഓർത്തോഗ്രാഫീസ് വരയ്ക്കേണ്ടതെങ്കിൽ വീണ്ടും നമ്മള് പേപ്പറിനെ ഷീറ്റിനെ 4 കള്ളികളാക്കിയിട്ട് ആദ്യം സ്ഥലം നോക്കാം. ഇവിടെ നോക്കൂ, റൈറ്റ് സൈഡ് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. സൈഡ് വ്യൂവിനാണ് സ്ഥലം നോക്കേണ്ടത്. റൈറ്റ് സൈഡ് വ്യൂ തേർഡ് ആംഗിളിൽ ഏത് ഭാഗത്ത് വരയ്ക്കും? താഴെ റൈറ്റ് ഭാഗത്ത് തന്നെ വരയ്ക്കണം. അപ്പൊ താഴെ റൈറ്റ് ഭാഗത്ത്
ഏത് കള്ളിയാണുള്ളത്? താഴെ രണ്ട് കള്ളി, അതിന്റെ റൈറ്റ് ഭാഗത്തുള്ള കള്ളി ഇവിടെയാണ് റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ വരിക. ഇനി എലിവേഷൻ എവിടെ വരിക? എലിവേഷൻ തേർഡ് ആംഗിൾ ആയതുകൊണ്ട് എലിവേഷൻ എവിടെ വരിക? താഴെ. താഴെ അവശേഷിക്കുന്നത് എവിടെയാണ്? ഇവിടെ. ഇനി പ്ലാൻ എവിടെ വരിക? എലിവേഷൻ എവിടെയാണ് വരിക? അത് നേരെ വെർട്ടിക്കൽ ആയിട്ടായിരിക്കും പ്ലാൻ ഉണ്ടാവുക. തേർഡ് ആംഗിൾ ആയതുകൊണ്ട് നേരെ മുകളിലേക്കാണ് പ്ലാൻ വരിക. അപ്പൊ സ്ഥലം കഴിഞ്ഞു. ഇനി ഇതേ ഫേസ്, ഇതേ സാധനങ്ങൾ തന്നെയാണ് ഓരോ ഭാഗത്തും വരിക. അപ്പൊ ആദ്യം വരയ്ക്കുന്നത് എലിവേഷൻ. എലിവേഷൻ ഇവിടെ നോക്കുമ്പോൾ നമുക്കിതാ ഈ ഷേപ്പ് കിട്ടുന്നു. ആദ്യം നമ്മൾ 50, 5, 20, 15, 10, 15, 25 എലിവേഷൻ ആവുന്നു. ഇനി അടുത്തത് പ്ലാൻ. പ്ലാൻ വരയ്ക്കാൻ വേണ്ടി നമ്മൾ നേരെ പ്രൊജക്ട് ചെയ്യുന്നു. നമ്മൾ ഫസ്റ്റ് ആംഗിളില് താഴേക്ക് പ്രൊജക്ട് ചെയ്തു. ഇവിടെ പ്ലാൻ കിട്ടാൻ വേണ്ടി പ്ലാൻ മുകളിലായതുകൊണ്ട് മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. ഇതിനകത്താണ് പ്ലാൻ വരിക. പ്ലാന്റെ നീളം 50, പ്ലാന്റെ നീളം 50, മുകളിലാകുമ്പോൾ വീതി 25 മാർക്ക് ചെയ്യുന്നു. 25 നീളം 50. ഇനി മുകളിൽ നോക്കുമ്പോൾ നമുക്ക് 3 സെപ്പറേറ്റ് റെക്ടാംഗിൾസ് കാണാൻ കഴിയും. ജോയിന്റ് ആണെങ്കിലും മൂന്നും സെപ്പറേറ്റ് ആണ്. അതിന് 20 ഒരു റെക്ടാംഗിൾ വരുന്നു. 20 ഒരു റെക്ടാംഗിൾ വരുന്നു. അതുപോലെ ഇവിടെ നിന്ന് 20 വേറെ റെക്ടാംഗിൾ വരുന്നു. ഇവിടെ നിന്ന് 20 വേറെ റെക്ടാംഗിൾ വരുന്നു. അപ്പൊ അതിനുശേഷം ഇവിടെ 10 വീതിയുള്ള വേറെ റെക്ടാംഗിൾ നടുവ്. 10 വീതിയുള്ള വേറെ റെക്ടാംഗിൾ. ഇത് രണ്ടും നേരെ. ഇങ്ങനെയാണ് പ്ലാൻ വരയ്ക്കുക. ഇനി അടുത്തത് സൈഡിൽ. സൈഡിൽ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എലിവേഷനിൽ നിന്ന് ടോപ്പിലും ബോട്ടത്തിലും രണ്ട് ലൈൻ പ്രൊജക്ട് ചെയ്ത് വയ്ക്കുന്നു. അടുത്തത് പ്ലാനിൽ നിന്ന് നമ്മുടെ ആക്സിലേക്ക് രണ്ട് ലൈൻ ജോയിൻ ചെയ്ത് വെച്ചതിന് ശേഷം കോമ്പസ് എടുത്തുകൊണ്ട് ഇവിടെ സെന്റർ ആക്കിയിട്ട് ഈ ദൂരം റേഡിയസ് എടുത്ത് ആർക്ക് വരയ്ക്കുന്നു. നമ്മുടെ XY ലൈനിൽ വരെ ആർക്ക് വരയ്ക്കുന്നു. വീണ്ടും ഇവിടുന്ന് ഇതൊരു സെന്റർ ആക്കിയിട്ട് അടുത്ത ആർക്ക് വരയ്ക്കുന്നു. ആ പോയിന്റിൽ നിന്ന് താഴേക്ക് ലൈൻസ് പ്രൊജക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്കൊരു ബോക്സ് കിട്ടുന്നു. ഈ ബോക്സ് ആണ് നമ്മുടെ, ഈ ബോക്സിനകത്താണ് നമ്മുടെ സൈഡ് വ്യൂ വരിക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫസ്റ്റ് എലിവേഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ എലിവേഷനുള്ള പേര് എഴുതാനുള്ള സ്ഥലം കണക്കാക്കണം. അതുപോലെ തന്നെ ഡയമെൻഷൻ ചെയ്യാനുള്ള സ്ഥലമൊക്കെ നമ്മൾ മനസ്സിൽ കണക്കൂട്ടിയിട്ട് വേണം വരച്ചു തുടങ്ങാൻ. അല്ലെങ്കിൽ അവസാനം നമ്മൾ വായിക്കേണ്ടി വരും. അപ്പൊ നമുക്കത് ബുദ്ധിമുട്ട്, സമയം തികയാതെ വരും. എക്സാമിന് സമയം തികയാതെ വരും. അതുപോലെ തന്നെ പ്ലാന് ഇവിടെ എഴുതുന്ന പ്ലാൻ ഉള്ളത് പ്രിന്റ് ചെയ്ത് വെക്കണം, ഡയമെൻഷൻ ചെയ്യണം. അപ്പൊ അതിനുള്ള സ്ഥലങ്ങളെല്ലാം കണക്കൂട്ടിക്കൊണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നമ്മൾ പ്ലാൻ ഇവിടെ വരയ്ക്കാൻ. അല്ലെങ്കിൽ നമുക്ക് അവസാനം ഇവിടെ ഒരിക്കലും പേരുകളൊന്നും വ്യൂസിന്റെ മുകളിൽ എഴുതരുത്. പേരുകൾ എഴുതുന്നത് അതായത് വ്യൂസിന്റെ താഴത്താണ് എഴുതേണ്ടത്. അതേപോലെ തന്നെ ഡയമെൻഷൻ ചെയ്യുമ്പോഴും വൃത്തിയായിട്ട് തിൻ ലൈനില് ആരോ ഹെഡ് എല്ലാം വിട്ട് വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ ഈ ആക്സിസ് വരയ്ക്കേണ്ടത് XY ലൈനും Z ലൈനും എല്ലാം വരയ്ക്കേണ്ടത് തിൻ ലൈനിലായിരിക്കണം. നമ്മുടെ ഒബ്ജക്റ്റുകൾ വ്യൂസുകൾ മാത്രമേ തിക് ലൈനിൽ കാണാൻ പാടുള്ളൂ. എലിവേഷൻ ആയാലും പ്ലാൻ ആയാലും സൈഡ് വ്യൂ ആയാലും അങ്ങനെ 3 വ്യൂസുകൾ മാത്രമേ തിക് ലൈനിൽ വരയ്ക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ലൈനുകളും തിൻ ലൈൻ ആയിരിക്കണം. ഇനി സൈഡ് വ്യൂ. റൈറ്റ് സൈഡ് വ്യൂ നോക്കുന്നു. നമുക്ക് ആദ്യം ഈ ഒരു ഫേസ് കാണാം. ഈ ഫേസിന് നീളം 25. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് 25 ആയിരിക്കും. കാരണം ഇത് 25 ആണ് എടുത്തത്. 16 നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നത്. ഇത് 25 ആയിരിക്കും. അത് കഴിഞ്ഞാൽ 5 പ്ലസ് 15 20. 5 പ്ലസ് 15 20. അതാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് 20 ആയിരിക്കും. 25 20 ഒരു ബോക്സിൽ. ഇതാണ് നമ്മുടെ സൈഡ്. പക്ഷേ സൈഡിൽ ഒരു നമുക്ക് 2 റെക്ടാംഗിൾ കാണാൻ കഴിയും. 5 തിക്നെസ് ഉള്ള ഒരു റെക്ടാംഗിൾ. അതായത് ഈ 5 തിക്നെസ്സില് വേറെ റെക്ടാംഗിൾ നമുക്ക് പ്രൊജക്ട് ചെയ്യാം. ഇങ്ങനെയാണ് സൈഡ് വ്യൂ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ വരയ്ക്കുന്നത്. തേർഡ് ആംഗിൾ പ്രൊജക്ഷനിലെ എലിവേഷൻ, പ്ലാൻ, സൈഡ് വ്യൂ. ഇത് മനസ്സിലായി വരുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കൂടുതൽ ഐസോമെട്രിക് വ്യൂസുകളുടെ ഓർത്തോഗ്രാഫിക് വ്യൂസ് ആയി മാറ്റുന്ന പ്രോബ്ലംസ് ചെയ്യാം. ഇത് മനസ്സിലായി വരുന്നു.